ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ആർ ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെ ഇപ്പോൾ BR പുഷ് ചെയ്തിട്ട് നമുക്ക് റാങ്ക് പുഷ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇപ്പോൾ ഗോൾഡ് നമുക്ക് എങ്ങനെ ഡയമണ്ടിൽ ഇപ്പോൾ ഡയമണ്ടിൽ നിൽക്കുന്നവർ ഇപ്പോൾ എങ്ങനെ നമുക്ക് ഹീറോയിക്കിലേക്ക് മാറാം. ഇപ്പോൾ പ്ലാറ്റിനിയം സിൽവറൊക്കെ ആൾക്കാരുണ്ടാവും. നമുക്ക് എങ്ങനെ അവിടുന്ന് നമുക്ക് നേരെ എങ്ങനെ പെട്ടെന്ന് പുഷ് ചെയ്ത് നമുക്ക് കളി കൊണ്ടുപോകാം. അപ്പോൾ ഇത് BRൻ്റെ ആണ്. CS വേണമെന്നുള്ളവർ ഇപ്പോൾ തന്നെ അടിപോയി കമൻറ്റ് ചെയ്തോ, അല്ലെങ്കിൽ CS നിന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി, അത് മതി. പിന്നെ പരമാവധി നിങ്ങൾ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പരമാവധി നമ്മൾ ലൂട്ടുക, മനസ്സിലായോ? എന്തായാലും നമുക്കൊരു വീഡിയോ എടുക്കണം. അതിൻ്റെ എന്തായാലും നമ്മൾ ചെയ്യാൻ പോണത് ഫസ്റ്റ് ടൈം ആണ് ഇറങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ സൈഡിൽ ഹാർട്ട് ചിഹ്നം കാണിക്കും, ഞാൻ കാണിച്ചുതരാം. സാധനം ഇതാണ്. ഇത് നമ്മളെ വലത് ഭാഗത്ത് ഉണ്ടാവും, കണ്ടോ? നമ്മളെ ടോക്കൻ്റെ അവിടെ ഉണ്ടാവും സാധനം. ഈ സാധനം തീരുന്നതിന് മുന്നേ നമ്മൾ ചാവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടൈം കഴിയുന്നതിന് മുന്നേ ഒരു കില്ലിങ് എടുക്കാൻ ശ്രമിക്കുക. ഇതേപോലെ കില്ലെടുക്കുക. നമ്മൾ ഹാർട്ട് കഴിയുന്നതിന് മുന്നേ കില്ലെടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ആ കളി ചാവുകയാണെങ്കിൽ അത് ഹാർട്ട് ഒരൊറ്റ ചാൻസ് ഉള്ളൂ. ആ ചാൻസ് കഴിഞ്ഞാൽ നമുക്ക് 4 സെക്കൻഡിനുള്ളിൽ നമുക്ക് റിവൈവ് ആവാം. നമുക്കാകെ ഒറ്റ ചാൻസ് ഉള്ളൂ. ആ ഒറ്റ ചാൻസാണ്. പിന്നെ എത്താൻ നമുക്ക് ചത്ത പിന്നെ നമുക്ക് റിവൈവ് ചെയ്യാൻ കഴിയില്ല. ഒറ്റ കുഴപ്പമുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ആ ടൈമിനുള്ളിൽ പരമാവധി എനിമിയുള്ള സ്ഥലത്ത് ഇറങ്ങാൻ നോക്കുക. പരമാവധി നല്ല കില്ലെടുക്കുക. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഞാൻ എടുത്ത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സേവ് ചെയ്താണ് കാണുന്നത് ആ കളി. ആ സ്റ്റാർ പോയി കഴിഞ്ഞിട്ടോ, ഞാൻ ഹാർട്ട് പോയത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഹാർട്ട് ഉണ്ടാവണ നേരത്ത് എനിമി ഇവിടെ മൊത്തം എനിമീസ് ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അധികം എനിമിയുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇതേപോലെ അധികം ആൾക്കാരെയും കൊല്ലാൻ നോക്കിയാൽ. അപ്പം ഈ കളിയിൽ 4 കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അതിന് മേലെ നിന്ന് കണ്ട് കാണിച്ചു തരാം. ഒന്ന് ഇവിടുന്നാണ് എടുത്ത്, ഒന്ന് അങ്ങനെ ഇല്ലെടുത്തു. പിന്നെ എൻ്റെ കൈയിട്ടാണ് ഇതായത് കേട്ടോ, എബിലിറ്റിട്ട്. പിന്നെ അങ്ങനെ 4 കില്ല് മൊത്തം എടുത്തിട്ടുണ്ട് ഞാൻ. മൊത്തം 4 കില്ല് ഇതേപോലെ നിങ്ങൾ എടുക്കുക. അതേപോലെ നിങ്ങൾ എടുത്ത ശേഷം നിങ്ങളെന്ത് ചെയ്യുക, ഒന്നുകിൽ ചാവാൻ നോക്കുക, അല്ലെങ്കിൽ ഹാർട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചാവാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റിവൈവ് ആവാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഓടി കയറിയിട്ട് എവിടെയെങ്കിലൊക്കെ ആസ്കരിക്കാൻ നോക്കുക. എവിടെയെങ്കിലൊക്കെ ഒന്ന് താറാവിൻ്റെ പിന്നാലെ ഇവിടെ ഉണ്ടാകും തോന്നുന്നില്ല. താറാവ് പിന്നാലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഇല്ല, എൻ്റെ താറാവ് പിന്നാലെ ഓടുക. പതുക്കെ കിടക്കുമ്പോൾ പതുക്കെ സ്പീഡും ബസ് നടക്കുക. അപ്പോൾ ഇതല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പരമാവധി കില്ലെടുക്കാൻ നോക്കുക. എന്നിട്ടില്ലേ, പരമാവധി കില്ലെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നേരെ പോയിട്ട് എവിടെയെങ്കിലും AFK എടുക്കാൻ നോക്കുക. അപ്പോൾ AFK പറയുമ്പോൾ നമുക്ക് ഈ സൈഡിലാണ് എനിമീസ് ഇല്ലേ. എൻ്റെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 40 ആൾക്കാരാണ്. ഇതെന്ത് ചെയ്യുക, ഒരു 18ൻ്റെ അടിയിലേക്ക് വരികയാണെങ്കിൽ, അപ്പം അവിടെ തന്നെ ഒരു സ്പോട്ടുണ്ട്. 18ൻ്റെ അടിയിലാണെങ്കിൽ നിങ്ങൾ ആ സ്പോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക. പരമാവധി നമുക്ക് നല്ല ലൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ MP5, M80 ലോങ് റേഞ്ചിലുള്ളതും ഷോർട്ട് റേഞ്ചിലുള്ള ഗൺസ് എടുക്കാൻ നോക്കുക. പരമാവധി രണ്ട് രീതിയിലൊക്കെ ഉണ്ട്. രണ്ടും ഇപ്പോൾ എരുത്തുനിന്ന് വെടിയൊക്കെ പറ്റണമെങ്കിൽ അതിൽ M80 എൻ്റെ കയ്യിൽ, ലോങ്ങിന്ന് അധികം വയ്ക്കാൻ രീതിയിൽ എൻ്റെ അടുത്ത് MP5 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ സ്പോട്ടിൽ നമുക്ക് ഇരിക്കാം. ഒരു സ്പോട്ട് ഇതാണ്, മനസ്സിലായോ? ഒരു സ്പോട്ട് ഇതാണ്. ഇവിടുന്ന് അവിടുന്ന് വരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാം ഇവിടുന്ന്. അതേപോലെ നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ ഇരുന്നാൽ ഇനി അങ്ങനെ ശ്രദ്ധിക്കില്ല ഇവിടെ പോകണമെന്നും. പക്ഷേ ഈ സ്പോട്ടിലാണ് എനിമീസ് ഉണ്ടാവും. ഓല് നമ്മളിങ്ങോട്ട് കൊല്ലാൻ വരും. അപ്പോൾ അതിന് നിൽക്കരുത്. അപ്പോൾ എന്തായാലും ഒരു മുക്ക് പോയിക്കുക. പിന്നെ വഴിയെ പോകണ എനിമിനെ തൊട്ടാൻ നിൽക്കണ്ട, അതാണ് നല്ലത്. പിന്നെ അടുത്ത സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അടുത്ത സ്പോട്ട് ഇവിടെയാണ്. നമ്മൾ പരമാവധി നല്ല വലിയ വണ്ടി എടുത്തിട്ട് ഇങ്ങനത്തെ കാർ എടുക്കണം നല്ലത്. വെള്ളത്തിലേക്ക് അടിച്ച് കയറ്റുക. അതിപ്പോൾ ആ ഭാഗമില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതിലൂടെ വരാനാണ് അത്ര നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളത്തിൽ അടിച്ച് കയറി വരാൻ വയ്ക്കുകയും. അപ്പോൾ ഈ കഴിയുന്നതിന് അങ്ങനെ വന്നാൽ മതി. അതാണ് നല്ല വേറെ സ്പോട്ട്. വെള്ളത്തിലേക്ക് നേരെ അടിച്ച് കയറുമ്പോൾ നടുവിൽ വെച്ചിട്ട് ആദ്യം കൂട്ടുകാരന്മാരൊക്കെ എന്ത് ചെയ്യുന്നവരോ വെള്ളത്തിൽ കൊണ്ട് ഇടിച്ച് കയറുകയാണ്. ആദ്യം സ്പോട്ട് എങ്ങനെയായിരുന്നു അവിടെ കയറി ഇരിക്കുക. അല്ലെങ്കിൽ മോൺസ്റ്റർ ട്രക്ക് ഉണ്ടല്ലോ, മോൺസ്റ്റർ ട്രക്ക് അതൊക്കെ അവിടെ കൊണ്ടുപോയിടുക. അതാണ് ഒരു സ്പോട്ട്. നമ്മൾ വെള്ളത്തിന് നടുവ് കൊണ്ടുപോയിട്ട് നിർത്തുക. അതാണ് BRലൊരു സ്പോട്ട്. എന്താ ഒരു സ്പോട്ട് അതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയണ സ്പോട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക BRൽ കേട്ടോ. പിന്നെയുള്ള സ്പോട്ട് നമ്മളെ കലഹരി മാപ്പിലാണ്. ഇവിടെ എവിടെ വെച്ചാൽ അവിടെ ഉണ്ടോ, അവിടെയാണ് നമ്മൾ AFK ഇവിടെ കലഹരിയിൽ ഒരുപാട് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ ഇറങ്ങുക, 4 കില്ലെടുക്കുക. അതാണ് നമ്മൾ മെയിൻ സാധനം. 4 കില്ലെടുക്കുക. എന്ത് ചെയ്യാം, ഇങ്ങനത്തെ 4 കില്ലെടുത്ത ശേഷം നമ്മൾ നോക്കായ ശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 4 കില്ലെടുക്കുക. ആ ടൈമുള്ളതിന് മുന്നേ മറ്റേ ഇതെടുക്കട്ടെ, നമ്മളെന്ത് ചെയ്യുക, 4 കില്ലെടുക്കുക.
നേരെ എന്ത് ചെയ്യുക, കുറച്ച് ഗണ്ണ് കളക്ട് ചെയ്യുക. എനിക്ക് എക്സ്പെരിമെൻറ്റ് ഈവോ ആയതുകൊണ്ട് എനിക്ക് ആ ഗണ്ണ് എടുക്കാൻ പറ്റി. ആ ഗണ്ണ് എടുക്കാൻ പറ്റിയ നല്ലതാണ്. പിന്നെ M80 ഉണ്ടെങ്കിൽ എടുക്കുകയാണ് നല്ലതാണ്. നമ്മളെന്ത് ചെയ്യാം, ഈ 4 കില്ലെടുത്ത ശേഷം അല്ലെങ്കിൽ അത്യാവശ്യം കില്ലെടുക്കുക ആ ടൈമിനുള്ളിൽ, പിന്നെ ചാവുക. അതാണ് നല്ലത്. അല്ലെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്കുക. ആ ടൈം കഴിഞ്ഞതിന് മുന്നേ സ്ഥലം വിടാൻ നോക്കുകയാണ് നല്ലത്. പിന്നെ നമ്മൾ നേരെ എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചിട്ടോ. ഈ മാപ്പിൽ ഈ സ്പോട്ടിലേക്ക് വരിക. മാപ്പ് നിങ്ങൾക്ക് മേലെ സൈഡിൽ കാണാനുണ്ടോ? മാപ്പ് ഇത് കണ്ടോ, സൈഡിൽ മാപ്പാണല്ലേ. ആ ഈ സ്പോട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടേക്ക് തന്നെ വരണം കേട്ടോ. ഇവിടെ ഉള്ളൂ അതിൻ്റെ ട്രിക്ക് ഉള്ളത് ഇവിടെയാണ്. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം എന്ത് ചെയ്യുക, അതിന് കറക്റ്റാക്കാൻ നോക്കുക. കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കാണിച്ചിട്ടാൽ ഒരു പൊടിക്ക് വ്യത്യാസം ഉണ്ടാവും. എന്താ അവസ്ഥ നോക്കാൻ പറ്റുമോ? ജസ്റ്റ് മിസ്സിനാണ് ഗൈസ് മുഞ്ചിയത്. ഒന്നുകൂടിയും ഇവിടെ വണ്ടി ഉണ്ട്. അവിടെ തെറ്റായാലും ഇവിടെ എടുത്ത് വണ്ടി ഉണ്ട്. കറക്റ്റ് അവിടെ എത്തണം. അപ്പോൾ തെറ്റായാലും ഇവിടെ വണ്ടി ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ പോവാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എത്തിയില്ല, കറക്റ്റ് എത്തിയില്ലാവില്ല, ഇല്ല കറക്റ്റ് എത്തൂല. അപ്പോൾ കറക്റ്റ് ആക്കി വെക്കുന്നവർക്ക് അത്ര ഭാഗ്യം. പിന്നെ വരാൻ വൈക്കത്തേക്ക് വേറെ വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം, വഴി പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ എന്ത് നമ്മളിപ്പോൾ ചാടിയില്ലേ, അവിടെ ലാൻഡ് മൈൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ലാൻഡ് മൈൻ എന്താ അറിയാത്തോളിക്കാൻ പറഞ്ഞുതരാം. നമ്മളെ ചെല്ലി കണ്ടില്ലേ, ഈ സാധനം വെക്കുകയാണെങ്കിൽ അത്ര നല്ലത്. അപ്പോൾ എനിമി വരുമ്പോൾ അത് നമ്മൾ കൊണ്ട് ഡാമേജ് കിട്ടും. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്താൽ പെട്ടെന്ന് ഇതാവും. അപ്പോൾ നമുക്ക് ഒരു കില്ലും കൂടിയും കിട്ടും, മനസ്സിലായോ? പിന്നെ നമ്മൾ കയറാൻ വെച്ചില്ലെങ്കിൽ വേറെ വഴിയും കൂടി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ സാധനം കണ്ടോ, നമ്മളിതാണ് ഇപ്പോൾ ഞാൻ എടുത്തില്ലേ, പിന്നെ ഞാൻ വാങ്ങിയില്ലേ, ഈ 2 സാധനം വാങ്ങിയ ശേഷം എന്ത് ചെയ്യാം, ഇത് കറക്റ്റ് ടൈമിൽ എത്തിക്കണം. ഇത് 2 സാധനം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ വേറെ ഇതിൽ കയറി കാണിച്ചു തരാം. പിന്നെ സ്പോട്ട് ഇതാണ്, ഇതാ എനിമി കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗണ്ണ് എടുത്തിട്ട് ഈ പോണ എനിമീനെ നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം. ഭാഗ്യം അകത്തേക്ക് പൂവും കയറിയ മാതിരി തന്നെ നമുക്കും കയറാം. നമുക്ക് ഷൂട്ട് ചെയ്ത് കളിക്കാം. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. കറക്റ്റ് പോയിൻ്റ് എന്ത് ചെയ്യുക, നമുക്ക് ആക്കിയിട്ട് കുറച്ച് മുന്നിൽ കണ്ടോ നമുക്ക് കറക്റ്റ് ഇങ്ങോട്ട് എത്താൻ പറ്റും. ആ പൊട്ടനെ വെച്ചില്ല, അങ്ങോട്ടല്ല. അപ്പം ഇവിടെ നമുക്ക് ഇവിടുന്ന് അടി കൊള്ളു കേട്ടോ. അവിടെ നിന്ന് അടി കൊള്ളു. അപ്പോൾ ഇവിടുന്ന് കവർ ചെയ്ത് നിൽക്കുക, മനസ്സിലായോ? ഇവിടെ കവർ ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട്. ഒന്നിതാണ്, അടുത്ത് വേറെ കാണിച്ചു തരാം. പിന്നെ ഇവിടെയാണ് കണ്ടോ, ഇത് ഇവിടെ എന്ത് ചെയ്യുക, ഇതിനെ കുറച്ച് മേലാക്കിയിട്ട് ഇതിന് അടിയിലേക്കാണ് നല്ല കേട്ടോ. അതിൻ്റെ മേലെ വെച്ചാൽ നമുക്ക് ഇത്ര ഇതുണ്ടാവില്ല. അതോ ഇനി ഇടിയിട്ടുണ്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് അടി കൊള്ളു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് മെഡിക്കറ്റ് അടിച്ചിട്ട് ഇവിടെ നിൽക്കാം. ഇതാണ് വേറെ AFK സ്പോട്ട്. ഇതാണ് നമ്മളെ കലാരി മാപ്പിലുള്ള സ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത സ്പോട്ട് വേറെ മാപ്പിലാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഈ മാപ്പിൻ്റെ പേരെന്താണെന്ന് അറിയുന്നതിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. മറന്നതാണ് സംഭവം. അവിടെ ഇങ്ങനത്തെ സാധനം ഉണ്ടാകുമ്പോൾ ഇതുമ്മ കയറിക്കണം നല്ലതാണ്. അപ്പോൾ ഇതുമ്മ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതാ 2 തെരുത്തിന് വെടിയേക്കണേ. ഇതെടുത്ത് കളിച്ചാലും വണ്ടിയില്ല. അതുകൊണ്ട് ഇതാണ് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് എനിമീസ് ഇങ്ങനെ വെടിയേക്കാം. നമുക്ക് ഇവിടുന്ന് വെടിയേക്കാം. അതുപോലെ ഈ ഗണ്ണ് എടുത്തിട്ട് നമുക്ക് ഡബിൾ വെക്ടറാണ്. ഈ വെക്ടർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡബിളാക്കി വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, എനിമി വരുമ്പോൾ എനിമിനെ ഇവിടുന്ന് എടുത്ത് കഴിഞ്ഞ എനിമിനെ നമുക്ക് ഷൂട്ട് ചെയ്ത് ഒഴിവാക്കാം. പിന്നെ ഇതിൽ സ്പോട്ട് ഉണ്ടോ എന്നൊക്കെ അറിയില്ല, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എക്സൈറ്റഡുള്ള സ്പോട്ട് ഇതാണ്, കണ്ടോ ഇവിടുന്ന് നമ്മൾ നെക്കി പിടിച്ച എനിമീസിനെ ഇല്ലാതാക്കുക, കൊല്ലുക. ഇതാണ് ഒരു സ്പോട്ട്. ഞാൻ പറഞ്ഞ പോലെ മെറ്റ് കഴിഞ്ഞിട്ട് ടൈമുണ്ട്. ആ ടൈമിങ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുക, നേരെ ഇവിടെ ഇറങ്ങാൻ നോക്കുക. പരമാവധി ഇവിടെ ഇറങ്ങാൻ നോക്കുക. ഇവിടെ ഇറങ്ങാൻ വയ്ക്കണമെങ്കിൽ ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ വേറെ സ്പോട്ട് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്പോട്ട്. പിന്നെ കാണില്ല, ഞാൻ വെള്ളത്തിനടിയിലാണ്. ഇതാണ് സ്പോട്ട്. ഇത് നമ്മളെ മാപ്പ് നോക്കി അറിയാം അത് എവിടെയാണെന്ന്. നമ്മളെവിടെയാണ് തല്ലിലേക്കാണ് ഉള്ളത്. മാപ്പ് നോക്കാണ്. ഏറ്റവും എനിമി ഉണ്ട്. എനിമിക്കൊന്നും നമ്മളെ കാണാൻ വയ്ക്കില്ല. അതാണ് ഇത് മെയിൻ പ്രത്യേകത. എനിമിക്ക് നമ്മൾ കാണാൻ കഴിയത്തേ ഇല്ല. അതുകൊണ്ട് കണ്ടോ എനിമി പിന്നെ എവിടെ എനിമിക്ക് കാണുന്നില്ല. എനിമിക്ക് ഡാമേജ് കൊടുത്തു, പക്ഷെ എനിമിക്ക് തന്നെ കാണാൻ മൈൻഡ്. അപ്പോൾ ഇതാണ് ഒരു സ്പോട്ട്. ഇനി സ്പോട്ട് ഉണ്ടോ അറിയില്ല, ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ പരം വിട്ടുപോയതാണ് കലാരി മാപ്പിൽ. ഇതാ നമ്മൾ ഈ സാധനം കൊണ്ട് കണ്ടുകൊണ്ടോ, ഈ സാധനം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മേലെയും വലിയ കയറാൻ കഴിയും. അതുകൊണ്ട് ഇതിനെ മേലേക്കാണ് മെയിൻ നല്ല കാര്യങ്ങളാണ്. ഇതിനെ മേലെ നമുക്ക് ഇങ്ങനെ ഒളിച്ചും പാത്ത് ഇങ്ങനെ നിൽക്കാം കേട്ടോ. കലാരി പിന്നെ ഒരു സ്പോട്ടും കൂടി ഞാൻ പറയാൻ മറന്നാണ്. ഓക്കെ, വീട്ടിൽ നിന്നിട്ട് നമുക്ക് എനിമീസ് നമുക്ക് മേലെ നിന്ന് വെടിയേക്കാൻ വയ്ക്കില്ല. നമുക്ക് ഇവിടെ കവർ ചെയ്ത് നിൽക്കാം. ഇങ്ങനത്തെ സ്ഥലത്ത് കയറി കവർ ചെയ്താൽ അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് കവർ ചെയ്യേണ്ട നിങ്ങൾക്ക് അറിയില്ല, എങ്ങനെ കവർ ചെയ്യേണ്ടതൊക്കെ. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മെയിനായിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അടിയിലുള്ള കണ്ടോകൾ അടിയിലേ കാണിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു ഇതുണ്ട്, ട്രിക്ക് ഉണ്ട്, കാണിച്ചു തരാം. ഇങ്ങനത്തെ പാലത്തിൻ്റെ അടിയിലും നമുക്ക് നിൽക്കാം എന്നാണ് കണ്ടോ. ഇങ്ങനത്തെ പാലത്തിൻ്റെ അടിയിലും നമുക്ക് നിൽക്കാം, മനസ്സിലായോ? ഇങ്ങനത്തെ പാലം നമ്മൾ മറ്റേ പാലത്തിൻ്റെ അടിയിൽ നിന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ അവിടെയുള്ള പാലം, ആ പാലത്തിൻ്റെ അടിയിൽ നിൽക്കാം, ഇവിടെ നിൽക്കാം, അല്ലേ? ഇവിടെ നിൽക്കാം. അപ്പോൾ എനിമീസിൽ നമ്മളെ കിട്ടില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെ സ്പോട്ടൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ആദ്യത്തെ കാണുന്നവരൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക.
ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാറ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മൾ വെല്ലിങ്ങനെ ആളിട്ട് നമുക്ക് ഇതേപോലത്തെ പല വീഡിയോ വരും. CS വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. CS ഒന്നും വേണമെങ്കിൽ ഇപ്പോൾ ഇതേപോലെ CS ട്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ CS മാസ്റ്റർ അടിച്ചാണെങ്കിൽ നിങ്ങൾ ഷോർട്സ് ഒന്ന് നോക്കിയാൽ മതി. അത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.